വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ളൊരു വാഗമൺ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. ഒരു ലേഡീസ് ട്രിപ്പായിരുന്നു. റോയാറ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാവൽസിൽ നിന്നായിരുന്നു നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരും തമ്മിൽ പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നെങ്കിലും ഈ ഒരു ട്രിപ്പിൽ പോയപ്പോഴാണ് നമ്മളെല്ലാവരും തമ്മിൽ നല്ലൊരു കമ്പനി ആവണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അതിരാവിലെ ഇറങ്ങിയതായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും ചായയോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിയിട്ട് നമ്മളൊരു പറവൂർ ഭാഗത്ത് എത്തിയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മളൊരു ഹോട്ടലിൽ കയറി ഏകദേശം വാഗമൺ എത്താറായപ്പോൾ ഒരു ഹോട്ടലിൽ കയറി മസാല ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ ഫസ്റ്റ് പോയത് മൊട്ടക്കുന്നിലേക്കാണ്. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. നല്ല വെയിലുള്ള കാരണം ക്യാമറ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ എത്തിയപ്പോൾ ഫോട്ടോസായിരുന്നു ഞാൻ അധികവും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ മൊട്ടക്കുന്നിൻ്റെ ഫോട്ടോസ് ഇത്ര തന്നെ എൻ്റെ ഫോണിലുണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പോയത് തങ്ങൾപ്പാറയിലേക്കായിരുന്നു. അപ്പോൾ അതേ അമ്മേനെയും കൊണ്ടായിട്ടാണ് പോണത്. തങ്ങൾപ്പാറ ഞാൻ ഇതിക്ക് മുമ്പ് പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടും തങ്ങൾപ്പാറയിൽ പോണത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ടോപ്പ് വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെയും എൻ്റെ ഫോൺ എന്നെ ചതിച്ചു. സ്ലോ മോഷനിലായിരുന്നു വീഡിയോസ് കിടക്കുന്നുണ്ടായത്. അപ്പോൾ ഞാൻ ഫാസ്റ്റാക്കി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ കോട വന്നിട്ട് എന്താ പറയുക, നമ്മൾ വേറെ ഏതോ ലണ്ടൻ അങ്ങനത്തെയൊക്കെ സ്ഥലത്ത് പോയ പോലെ തോന്നുക. ഈ ഒരു ടോപ്പ് വ്യൂ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ബിൽഡിങ്ങുകളൊക്കെ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ പണിതിട്ടുള്ള ബിൽഡിങ്ങുകളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പ്രത്യേകത, തങ്ങൾപ്പാറ എന്നുള്ളൊരു പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ എന്തോ ഒരു ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ജാറം, ഒരു മുസ്ലിമിലെ മുതിർന്ന ഒരാളുടെ ജാറം ഉണ്ടായിരുന്നു അവിടെ പോയി പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. അവിടേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റൗണ്ടിലുള്ള പാറയുടെ അപ്പുറത്താണ് ആ ഒരു സംഭവം ഉള്ളത്. നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയി ഇരുന്നു. പിന്നെ അതേ വീണ്ടും അങ്ങോട്ട് കയറിച്ചില്ല എന്നുള്ളത് തന്നെ ഭയങ്കര ടാസ്ക് ആയിരുന്നു. എൻ്റെ ചെരുപ്പൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തങ്ങൾപ്പാറയിൽ പോയപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോയത് പൈൻ വാലിയിലോട്ടായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പ് പോകുമ്പോൾ പൈൻ വാലി കുറച്ചും കൂടി നല്ല ടോപ്പിലായിട്ട്, എനിക്ക് തോന്നുന്നു മണ്ണിടിച്ചിൽ വന്നിട്ടാണോ എന്നറിയില്ല. മാത്രമല്ല അവിടെ പൈൻ ഇലകളൊക്കെ വീണിട്ട് നമുക്ക് ഒട്ടും ഗ്രിപ്പ് കിട്ടാത്തൊരവസ്ഥയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് അത്രയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അന്ന് പോകുമ്പോൾ ഇത്രയ്ക്കും കച്ചവടക്കടകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് ഷോപ്പുകൾ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയും കൂടി സ്പെൻഡ് ചെയ്തിട്ട് നമുക്കിനി നെക്സ്റ്റ് പോകാനുള്ളത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടേക്കായിരുന്നു. അപ്പോൾ അത് കാരണം പൈൻ വാലിയിൽ ജസ്റ്റ് നമ്മളെല്ലാവരും ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നേരെ നമ്മൾ പോയത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടേക്കായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോണതിന് മുമ്പ് നമുക്ക് ഈ 250 രൂപ കൊടുത്ത് ക്യൂ നിൽക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ നെക്സ്റ്റ് പോയത് എന്താണെന്ന് വെച്ചിട്ട് കൊട്ടവഞ്ചി കയറാനായിരുന്നു. അപ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ആർക്കും നീന്താനും അറിയില്ല, തുഴയാനും അറിയില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മളിരുന്നങ്ങാട്ട് 4 പേര് 4 ദിക്കിക്ക് തുഴഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയായിരുന്നു അവസ്ഥ. പക്ഷെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷമാണ് നമുക്കിതേ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറ്റിയത്. അപ്പോൾ ഏകദേശം നല്ലൊരു നേരെ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കോടമഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ബ്രിഡ്ജിൽ കയറുമ്പോൾ അതിന് എത്രത്തോളം ആഴം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അതങ്ങനെ കോട വന്നുകൊണ്ട് മാത്രം, ആഴം അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ഇങ്ങനെ മര്യാദയ്ക്ക് നിന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പേടി ഉണ്ടാവും കേട്ടോ എനിക്ക്. അപ്പോൾ നല്ല എന്താ പറയുക, നമുക്ക് ചെരുപ്പിടാൻ പാടില്ല. ഗ്ലാസ്സിൽ സ്ക്രാച്ച് വീണ കാരണം ചെരുപ്പിടാൻ പാടില്ല. അത്യാവശ്യം നനവും ഉണ്ടായിരുന്നു. പേടിച്ചാണ് ഇവിടെ വരെ വന്ന് നിന്നത്. അപ്പോൾ തീരെ ഇങ്ങനെ കാണാൻ പറ്റാത്ത രീതിയിൽ, ആൾക്കാരെ കാണാൻ പറ്റാത്ത രീതിയിൽ കോട ഇറങ്ങി വരുന്ന സമയമായിരുന്നു. അപ്പോൾ നമുക്ക് അവസാനത്തെ എൻട്രൻസ് ആയിരുന്നു. അത്യാവശ്യം നല്ല ഇടിമിന്നലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രിപ്പ്. പക്ഷേ വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും നല്ല പരിചയം തോന്നുന്നുണ്ടായിരുന്നു. എല്ലാവരും നമ്മളുടെ ഒരു സെയിം വൈബിലുള്ള ആൾക്കാരായിരുന്നു. തിരിച്ച് നമ്മൾ എത്തുമ്പോൾ ഒരു 12 മണി സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് മറ്റുള്ളവർ ആ വണ്ടിയിൽ തന്നെ കയറി അവിടെ പോയി ഇറങ്ങി. ഞാൻ എൻ്റെ കൂടെയുള്ള ചേച്ചിയുടെ കൂടെ, ആളുടെ കൂടെയാണ്, ആൾ തനിച്ചായിരുന്ന ആളുടെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു ആദ്യമായിട്ട് നൈറ്റ് റൈഡും പോയൊരു ഫീലും കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ.